വിഭജിക ആത്മഹത്യാ കേസിൽ തുടർന്നുള്ള അന്വേഷണം ഇനി സംസ്ഥാന ക്രൈംബ്രാഞ്ചിനാകും. കൊട്ടാരക്കര സ്വദേശിനി വിഭജിക മണിയന്റെയും 1.5 വയസ്സുകാരിയായ മകൾ വൈഭവിയുടെയും മരണത്തിന്റെ ഞെട്ടലിലാണ് പ്രവാസ ലോകവും മലയാളികളും. യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറിയെന്നും സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ തന്നെ പീഡിപ്പിച്ചുവെന്നും എഴുതി തയ്യാറാക്കിയ കുറിപ്പിലൂടെ വിഭജിക ലോകത്തെ തന്നെ അറിയിക്കുകയായിരുന്നു. മരണശേഷവും വിഭജികയുടെ കുടുംബാംഗങ്ങൾ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയ ബന്ധുക്കൾക്ക് നിരാശയായിരുന്നു നേരിട്ടത്. വിഭജികയുടെ മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട മാതൃ സഹോദരി ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു. വിഭജികയുടെയും കുഞ്ഞിന്റേതും കൊലപാതകമാണെന്ന് സംശയിക്കുന്നു. നിലവിൽ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കാനാണ് വിഭജികയുടെ ഭർത്താവ് നിതീഷ് ശ്രമിക്കുന്നത്. അത് തടഞ്ഞ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ അനുവദിക്കണം. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കൊടിയ പീഡനം വിഭജിക നേരിട്ടിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മൃതദേഹത്തിൽ നിയമപരമായ അവകാശം അവിടെ ഭർത്താവിനാണ്. അതിനാൽ ഇക്കാര്യത്തിൽ ഇടപെടുന്നതിലെ സംശയം കോടതി പ്രകടിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ പോലീസ് സ്വാഭാവികമായും അന്വേഷണം നടത്തുന്നുണ്ടാകും. വിഭജികയുടെ ഭർത്താവിനെയും ഇന്ത്യൻ എംബസിയെയും കേസിൽ കക്ഷി ചേർക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. നാളെ ഇക്കാര്യത്തിൽ മറുപടി വന്ന ശേഷം തീരുമാനമെടുക്കാം എന്നതായിരുന്നു കോടതിയുടെ മറുപടി. എന്നാൽ വിഭജികയുടെ അമ്മ ശൈലജ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ചതിനെ തുടർന്ന് എല്ലാ നീക്കങ്ങളും മാറിമറിയുകയായിരുന്നു. തിരക്കിട്ട ചർച്ചകൾക്കൊടുവിൽ തീരുമാനമെത്തി. കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കാരം നടത്താനുള്ള തീരുമാനം മാറ്റുകയാണ്. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 6 വൈഭവിയുടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയതായിരുന്നു. മൃതദേഹം ശ്മശാനത്തിൽ എത്തുന്നതിന് തൊട്ടു മുൻപാണ് മാറ്റിവെക്കാനുള്ള തീരുമാനമെടുത്തത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ നാട്ടിൽ സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട വിഭജികയുടെ മാതാവ് ശൈലജ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ചതിനെ തുടർന്നായിരുന്നു തിരക്കിട്ട ചർച്ചകളും ഈ തീരുമാനങ്ങളും. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം ഇന്നോ നാളെയോ നടക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. ഇരുവരെയും ജനിച്ച മണ്ണിൽ തന്നെ സംസ്കരിക്കണമെന്ന് ശൈലജയും ബന്ധുക്കളും ആവശ്യമുന്നയിച്ചിരുന്നു. കുഞ്ഞിനെ ഷാർജയിൽ തന്നെ സംസ്കരിക്കുമെന്ന് നിതീഷ് ഉറപ്പിച്ചതോടെയാണ് മറ്റ് വഴികളില്ലാതെ ശൈലജയും ബന്ധുക്കളും കോൺസുലേറ്റിൽ അഭയം പ്രാപിച്ചത്. മകളുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനായി കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു ശൈലജ ഷാർജയിലെത്തിയത്. എന്നാൽ വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷിന് വിട്ടുകൊടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഇതോടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4-ന് ഷാർജയിൽ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു. മൃതദേഹം നാട്ടിൽ നിതീഷിന്റെ വീട്ടിൽ സംസ്കരിക്കുന്നതിന് എതിർപ്പില്ല എന്ന ഒത്തുതീർപ്പ് എന്ന നിലയിൽ ശൈലജ പറയുകയും ചെയ്തതാണ്. എന്നാൽ ഇത് നിതീഷ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. നിതീഷിന്റെ ശാരീരിക മാനസിക പീഡനങ്ങളിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നുവെന്ന കുറിപ്പ് എഴുതിയെങ്കിലും ഭർത്താവിനെതിരെ എവിടെയും വിഭജിക പരാതികളൊന്നും തന്നെ നൽകിയിരുന്നില്ല. യുഎഇയിൽ എവിടെയും കേസ് ഇല്ലാത്ത സാഹചര്യം കണക്കിലെടുത്ത വൈഭവിയുടെ മൃതദേഹം പിതാവിന് വിട്ടുകൊടുക്കാൻ കോടതിയും തീരുമാനിച്ചു. ഇത്രയും പീഡനം സഹിച്ചിട്ടും നിതീഷിനോടുള്ള സ്നേഹം കാരണം കൊണ്ട് മാത്രമാണ് മകൾ കേസ് നൽകാതിരുന്നത് എന്നാണ് ശൈലജ പ്രതികരിച്ചത്. നീതി ലഭിക്കും വരെ പൊരുതുമെന്നും മരണത്തിന് ഉത്തരവാദിയായവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങി നൽകും വരെ തനിക്കിനി വിശ്രമമില്ല എന്നുമായിരുന്നു പിതാവ് മണിയൻപിള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.